Hi friends, good morning. It's me Simon YouTube channel, Simon Varghese Instagram, Simon Varghese Facebook welcomes you all. Okay. ഒരു ഫോറിൻ പക്ഷിയെ കാണിക്കുക. അതിൻ്റെ മുമ്പിൽ നമ്മൾ മാറി നിന്ന് റോഡിൽ വന്നപ്പോൾ കാണാമോ? അത് തന്നെ വൈറ്റിനെ അപ്പുറം കണ്ടു. നമ്മൾ പണ്ട് കൊക്കെന്നൊക്കെ പറയാം, ആ കൊക്കല്ല, അതിൻ്റെ ഫ്രൈ ചെയ്തോ കണ്ടോ? ഒരുത്തവണ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. പ്രഭാതത്തിൽ ഉണരുന്നു, നമ്മളെ അത്യാവശ്യ കാര്യങ്ങൾ കഴിയുന്നു, പ്രാർത്ഥിക്കുന്നു, നടക്കാൻ വരുന്നു, സുന്ദരമായ സ്ഥലത്ത് വരുന്നു. ആക്ച്വലി ഒരു ബിൽഡപ്പാല്ലേ. As you know, I am in my 67 plus. But even though I am so happy and living like an young man, around 35 to 40, of course, എനിക്ക് തീർത്ത് പറയാൻ കഴിയും. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ബാംഗ്ലൂർ കയറി കാർ ഓടിച്ചു പോകാൻ എനിക്ക് കഴിയുന്നു. ഞാനും ഭാര്യയും കൂടെ എത്രയോ പ്രാവശ്യം പോയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം. എന്നാൽ രസം എനിക്ക് ഡയബറ്റിക് വന്നിട്ട് 34 വർഷമായി. ഇടയ്ക്കൊക്കെ ഇൻസുലിനൊക്കെ എടുത്താൽ ഒരു 10 കൊല്ലം മുമ്പൊക്കെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പം അതൊന്നുമില്ല. ഒരു 20 വർഷക്കാലം ഞാൻ പ്രഷറിന് ഗുളിക കഴിച്ചിരുന്നു. അപ്പം അതില്ല. ഡയബറ്റിക് ചെറിയ ഗുളിക ഇപ്പോൾ ഉള്ളൂ. പക്ഷേ 3 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യും, ഡോക്ടറുടെ അപ്രൂവൽ വാങ്ങിക്കും. എനിക്കറിയാം, എൻ്റെ മകനും മരുമനും ഒക്കെ ഡോക്ടർമാരാണ്. മകനാണ് മെഡിക്കൽ പ്രാക്ടീഷണർ. പക്ഷേ ഞാൻ വേറെ ഡോക്ടറെ കാണും. അവർ പറയും ഞങ്ങൾ തിരക്കല്ലേ പപ്പ വേറെ ഡോക്ടറെ കാണുന്നു എന്ന് പറയും. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ലൈഫ് സ്റ്റൈല് നമ്മൾ അടിപൊളിയായിട്ട് ഈ 67-ാം വയസ്സിലും ജീവിക്കുമ്പോൾ 35-ാം വയസ്സിൽ യൗവനക്കാരനെ പോലെ പാഞ്ഞു നടന്ന് ജീവിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രേരക ശക്തി എന്താണെന്ന് വെച്ചാൽ ഡോക്ടർമാർ തന്നെ. എനിക്ക് നന്ന ചെറുപ്പത്തിൽ ഡയബറ്റിക് കണ്ടുപിടിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെയും നല്ല ട്രീറ്റ്മെൻറ്റിലാണ് പോകുന്നത്. മരുന്നുകൾ ഇങ്ങനെ കൂടുതൽ കഴിക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ ഡോക്ടർ പറഞ്ഞത് ഫുഡ് നിയന്ത്രിക്കണം, പിന്നെ എക്സസൈസ് ചെയ്യണം. പഞ്ചായത്ത് സെക്രട്ടറി ആയതുകൊണ്ട് സ്ട്രെസ്സിന് കുറവൊന്നുമില്ല, പക്ഷെ നിയന്ത്രിക്കണം എന്നൊക്കെ പറയും. അത് ഞാനൊരു ശീലമാക്കി. ഇപ്പം എന്നെ തല്ലാൻ വരുന്നതിനോട് പോലും എനിക്ക് ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയാൻ കഴിയും. എന്നാൽ അത്യാവശ്യം ഒറ്റ മുട്ടിന് വീഴിക്കാൻ അറിയാം. നമ്മൾ അത്യാവശ്യം കരാട്ടയൊക്കെ പഠിച്ച് നിരന്തരം പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ചെയ്യാറില്ല, പറയാറുമില്ല, പ്രകടിപ്പിക്കാറുമില്ല. നമ്മൾ ചിരിച്ച് കളിച്ച്. അതുകൊണ്ട് ഇതൊരു സ്ട്രെസ്സില്ലല്ലോ. എന്നെ തല്ലു എന്ന് പറഞ്ഞ ആളെ നോക്കി ഞാൻ ചിരിക്കാറുണ്ട്. അതൊക്കെ അങ്ങനെ കിടക്കും, പാർട്ട് ഓഫ് ദി ഗെയിമാണ്. ഓഫീസിലേക്ക് വന്ന് വേളം വെക്കുമ്പോൾ, ഒരു ഓഫീസർ എന്ന് പറഞ്ഞാൽ ജസ്റ്റായിട്ട് തീരുമാനം എടുക്കുമ്പോൾ, ഒരാളുടെ വീടിന് പുറത്തേക്ക് ഒരു മരം വീഴും, അവൻ ചത്തുപോകുന്നുള്ള പേടി അവൻ അപേക്ഷ തരുമ്പോൾ നടപടിയെടുക്കാൻ ഒരു സ്വാധീനമുള്ള ഈ വസ്തു ഉടമ നമുക്കെതിരാവും. ആ സെക്രട്ടറി ആൾ ശരിയല്ലെന്ന് പറയും. ഇപ്പോഴേ ആ സെക്രട്ടറി എൻ്റെ കൺകണ്ട ദൈവമാണ്, എന്നെ രക്ഷിച്ച. യെസ്, ഗുഡ് മോർണിംഗ്. ഇതിൻ്റെ വലിയ വടിയൊക്കെ പിടിച്ച് വല്ലതും കിട്ടിയോ? വെള്ളം പറ്റല്ലേ? ഇന്ന് കയറി വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഈ സമകാലീന ജീവിത സാഹചര്യത്തിൽ 67 വയസ്സുണ്ടെങ്കിലും നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഡോക്ടർമാരുടെ ഉപദേശമാണ്. അധികം ഭക്ഷണം കഴിക്കരുത്, എക്സസൈസ് ചെയ്യണം, ടാബ്ലറ്റ് കഴിക്കണം എന്നൊക്കെ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്ന കാര്യമാണ്. ഞാനതങ്ങ് ശിരസാ വഹിച്ചു. അന്നിട്ട് ആദ്യമൊക്കെ ഓടുമായിരുന്നു, ഒരു 5-10 കൊല്ലം ഓടി. അധികം ഡോക്ടർ പറഞ്ഞു ഇനി ഓടണ്ട, നടന്നാൽ മതി. ഞാൻ നടക്കുകയാണ്, അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊത്തിരി ലക്കിയാന്ന് തോന്നി. ഒരു പറന്നു പോകുന്ന സീനൊക്കെ കിട്ടുന്നുണ്ടല്ലേ. ഞങ്ങളുടെ
ഫ്രണ്ടിൻ്റെ കുറേ താറാവുകളാണ്. ഹായ് 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 ഹായ്. ഓക്കെ, അപ്പം ഞാനെന്താ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ആകാൻ ഞാനെന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ? കാണും. ഒന്നാമത്തെ കാര്യം, ഞാൻ മദ്യപിക്കാറില്ല. ഒരു 10-15 വർഷമായി മദ്യപിച്ചിട്ട്. പണ്ടൊക്കെ മദ്യപിക്കായിരുന്നു, ഇപ്പം മദ്യപാനമില്ല. പുകവലി പണ്ടേ കോളേജ് വെച്ച് തോപ്പിൽ ബാസിയുടെ കാല് മുറിച്ചൊരു കഥ മനോരമ വാരാന്ത്യ പതിപ്പ് വന്നു. അത് വായിച്ച് അന്ന് നിർത്തിയതാണ്. പിന്നെ വായിച്ചിട്ട് പിന്നെ പുക വലിച്ചിട്ടില്ല. അപ്പം ജീവിതം പുകവലിയും മദ്യപാനവും ഇല്ല. ആവശ്യത്തിന് എക്സസൈസുണ്ട്. രാവിലെ നടക്കാൻ പോകുന്നു. 10-21, അതായത് ഫിംഗർ ടു ടോ എക്സസൈസ്. എല്ലാ മസിലിനും എക്സസൈസ് ആവശ്യമുണ്ട്. ഉപയോഗിക്കുന്ന മസിൽ സ്റ്റിഫായി പോകും. അപ്പോൾ ഫിംഗേഴ്സ് ടു ടോയാണ് എൻ്റെ എക്സസൈസ്. അത് ചെയ്യും. അങ്ങനെ പിന്നെ അത്യാവശ്യത്തിന് വെള്ളം കുടിക്കും. ജപ്പാൻകാരെയാണ് ഞാൻ അനുകരിക്കുന്നത് എൻ്റെ മോഡലാക്കി. കാരണം ജപ്പാനിൽ അവർക്ക് പ്രയാസങ്ങളേ ഉള്ളൂ. എപ്പോഴും ഭൂമി കുലുക്കൊണ്ടാകുന്ന സ്ഥലമാണ്. ഇവിടെ ആറ്റം ബോംബിട്ടതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പ്രയാസങ്ങളാണ് അവിടെ. അപ്പടി ഡീവെന്തോ അവരുടെ മിനിമം ഡെത്ത് റേറ്റ് 110 വയസ്സാണ്. അപ് ടു 145 വരെ പോകുന്നുണ്ട്. അപ്പോൾ അവരെപ്പറ്റി നമ്മൾ പഠിച്ചപ്പം അവരുടെ ഒരു മാജിക് എന്ന് പറയുന്നത്, അവർ പ്രകൃതിയായിട്ട് ചേർന്നാണ് ജീവിക്കുന്നത്. അതോടൊപ്പം അവർ പകുതി ഭക്ഷണമേ കഴിക്കൂ. അവർക്ക് വയറിൻ്റെ പകുതിയെ കഴിക്കത്തുള്ളൂ, കുടിക്കത്തുള്ളൂ. ബാക്കി സ്പേസ് ദഹനത്തിനും മറ്റുമായി അവർ റിസർവ് ചെയ്തിരിക്കുക. കുത്തിയിരുന്ന് പോസി കിട്ടിയാന്ന് പറയാൻ അടിച്ച് വിടരുത്. ഞാൻ എൻ്റെ ദിനചര്യ വളരെ കറക്റ്റായിട്ടാണ്. രാവിലെ 2 ചപ്പാത്തി, ഇപ്പോൾ അതൊന്ന് മാറ്റാൻ പോവുക. 2 ചപ്പാത്തിയും ഒരു താറാമുട്ടയായിരുന്നു. ഞാൻ ഒരു ചപ്പാത്തിയും 2 മുട്ടയാക്കാനായിട്ട് ഉദ്ദേശമുണ്ട്. വലിയ താമസമില്ലാതെ ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഒരു 4 മണി, ഒരു 11 മണിയൊക്കെ ആകുമ്പം ട്രാവലിങ്ങിലാണെങ്കിൽ ഒരു ചായ കുടിക്കും. ചായ കുടിക്കുമ്പോൾ നല്ല ചൂട് ഉഴുന്നോടെ കണ്ട കഴിക്കും. ഇല്ലേ കഴിക്കത്തില്ല. അതെൻ്റെ അമ്മയ്ക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെയ്യണേ അമ്മയ്ക്ക് ഉഴുന്നോടെ വാങ്ങിച്ചു കൊടുത്താൽ ഒരു കേക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മച്ചിക്ക്. അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് ഇഷ്ടപ്പെടുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഊണെന്ന് പറഞ്ഞാൽ നല്ല തവിടുള്ള കട്ടിത്തവിടുള്ള അരി, എനിച്ചിരി വില കൂടുതലാണ്. അതൊരു കപ്പ്, കുറച്ച് അതിൻ്റെ കൂടെ ഇച്ചിരി കറികളൊക്കെ, അയലയോ മീനോ ഇറച്ചിയോ കോഴിയോ ഇത് കഴിക്കും. പക്ഷേ ഒരു കാര്യം നിർബന്ധമാണ്, അതായത് എൻ്റെ ബോഡിക്ക് ആവശ്യമായ ഫൈബർ കിട്ടണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അതിന് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത പംകിൻ, അല്ലെങ്കിൽ നമ്മുടെ മത്തങ്ങ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സാധനം കഴിച്ചിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഫൈബർ കിട്ടണം. അത് കമ്പൽസറിയാണ്. പ്രോട്ടീനും മെറ്റൽസും മിനറൽസും വേണം. എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ കഴിക്കണം. പിന്നെ 4 മണിക്ക് ചായ ആസ് യൂഷ്വൽ. 4 ഇപ്പം 3:15 കഴിക്കും. 4 മണിക്ക് ഞങ്ങൾക്ക് YMCA ശകലം കൂട്ടുകാർ കൂടി ചില എൻ്റർടൈൻമെൻറ്റ്സൊക്കെ ഉണ്ട്. അത് 5:30 വരെ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരും. പിന്നെ ഉള്ളത് നൈറ്റിലെ ഫുഡെന്ന് പറഞ്ഞാൽ, നൈറ്റല്ല 7 മണി കഴിയുമ്പോൾ കഴിക്കും. അത് ഒരു ചപ്പാത്തി, എന്തെങ്കിലും കറി ഉണ്ടെങ്കിലുണ്ട്, അല്ലെങ്കിൽ ചീസോ അല്പം നെയ്യോ പുരട്ടിയും കഴിക്കും. ഇത്രേ ഉള്ളൂ കാര്യം. ഇത്രയും മതി. ഇനിയിപ്പോൾ ഒരു കല്യാണത്തിന് വിളിച്ചെന്നിരിക്കട്ടെ, അവിടെ ചെന്നാൽ നമ്മൾ പ്ലേറ്റൊക്കെ ആയിട്ട് നടക്കും. ഒത്തിരി വർത്താനൊക്കെ പറയാം. അത്യാവശ്യം മാത്രമേ കഴിക്കത്തുള്ളൂ. സൂപ്പുണ്ടെങ്കിൽ ഒരു സൂപ്പ് കുടിക്കും. മട്ടണോ ചിക്കനോ ഒരു പീസ് എടുക്കും. ഒരു ചപ്പാത്തിയോ വലിയ പൊറോട്ട കഴിക്കും. ഇത്രേ ഉള്ളൂ കാര്യം. അങ്ങ് വെട്ടി വലിച്ച് കഴിക്കത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ ഇപ്പോൾ ഞങ്ങൾ 12, 4, 16, 18 16 എക്സാക്റ്റ് എഴുതി വെച്ചിട്ടില്ല, എഴുതി വെക്കണം. ഇനി ഞങ്ങൾ തീരുമാനിച്ചു, ഇത്രയും സുന്ദരമായ ഈ കേരളത്തിൽ, ഇത്രയും നല്ല മനുഷ്യരുള്ള ഈ കേരളത്തിൽ, ഇത്രയും നല്ല ഭംഗിയുള്ള ഈ കേരളത്തിൽ, ഇത്രയും നല്ല കുടിവെള്ളമുള്ള ഈ കേരളത്തിൽ നമുക്കും 110 വയസ്സ് വരെ ജീവിക്കണം.
അങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തിന് 90+ വയസ്സായി, 90 കഴിഞ്ഞു, 1-2 വർഷമായി, ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഇവിടെ ഞാൻ ചോദിക്കും, ആരെങ്കിലും ഉണ്ടോ കൂടെ? കൂട്ടുകാരും ഇല്ല, മരിച്ചുപോയി, സഹോദരങ്ങൾ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോഴും ഉണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി, ഞങ്ങളുടെയൊക്കെ ഓമനയായിട്ട് ഇങ്ങനെ ജീവിക്കുക. അപ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, 110 വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ബോധമണ്ഡലം ക്രമീകരിക്കണം. അതായത് 110 വയസ്സ് വരെ പോകണം, എന്തെല്ലാം കാര്യം പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അഡീഷണലായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. മുന്നോട്ട് വരുമ്പോൾ യുവാക്കളുടെ ഒപ്പം നിൽക്കണമെങ്കിൽ അവരുടെ അറിവിന് തുല്യമായ അറിവും നമുക്ക് വേണം. ഇപ്പോൾ ഈ MA സൈക്കോളജി കഴിഞ്ഞാൽ LLBക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുക. കാരണം എനിക്ക് 90 വയസ്സുള്ളപ്പം എനിക്ക് ജോലി ചെയ്ത് ജീവിക്കണമെങ്കിൽ ലോ ഉണ്ടെങ്കിൽ എനിക്ക് സ്വതസിദ്ധമായ നിയമത്തിൽ കുറച്ച് പരിജ്ഞാനം ഉള്ളതുകൊണ്ടും ഞാൻ BCom കമ്പനി ലോയും മെർക്കൻറ്റൈൽ ഒക്കെ പാസ്സായിട്ടുള്ളതുകൊണ്ടും എനിക്ക് ആ വിഷയം ഇഷ്ടമാണ്. അതുകൊണ്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഏജ് ലിമിറ്റ് ഇല്ല എന്ന് ചില പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് പ്രാക്ടീസ് ചെയ്യാമല്ലോ. അതായത് 110 വയസ്സ് വരെ ഏന്തി വലിഞ്ഞ് ഒരു കൈ നിറയെ ഗുളികയായിട്ട് പോകുന്ന ആ പരിപാടിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വന്തം കാലിൽ ചാടിത്തുള്ളി ഡാൻസ് ചെയ്ത് ആഹ്ലാദിച്ച് ജീവിക്കണം 110 വയസ്സ് വരെ. അതാണ് നമ്മൾ ഉദ്ദേശം. അല്ല രോഗവും ഗുളികളുമായിട്ട് പോകണമെന്നല്ല ഉദ്ദേശിക്കും. അങ്ങനെ പോകുമ്പം വി മസ്റ്റ് എഡ്യൂക്കേറ്റ് അവർസെൽസ്. എന്തിനാ നമുക്കിതൊക്കെ ഫേസ് ചെയ്യണ്ടേ പ്രോബ്ലംസേ. നമ്മുടെ കൂടെ ജനിച്ചവരാരും കാണത്തില്ല, നമ്മളറിയാവുന്നവർ കാണത്തില്ല, അവർക്ക് മരിച്ചു പോകും. 60, 65, 70, 72 ആകുമ്പോൾ അവർ സ്ഥലം വിടും. നമ്മൾ 110 വരെ പോകണമെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. അതിന് വേണ്ട മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ഓക്കെ, നമ്മുടെ ഭാര്യമാരുണ്ടെങ്കിൽ നല്ലത്, അവരെ കൂടെ കൂട്ടുക. എൻ്റെ ഭാര്യയുടെ 110 വയസ്സ് വരെ ജീവിക്കണം പറയുമ്പോൾ പുള്ളിക്കാരി ഓടിപ്പോകുന്നു. പുള്ളിക്കാരിയുടെ ചിന്താമണ്ഡലത്തിൽ അത് അങ്ങോട്ട് എത്തുന്നില്ല. ഞാൻ പറയടോ മനുഷ്യ, ഒരു ഭർത്താവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഭാര്യയാണ്. നീയില്ലെങ്കിൽ പിന്നെ എന്താ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പയ്യെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന വയസ്സിലേ മരിക്കത്തുള്ളൂ. നമ്മുടെ കമ്പ്യൂട്ടർ നമ്മുടെ മനോമണ്ഡലത്തിൽ നാം കൊടുക്കുന്ന നിർദ്ദേശങ്ങളത് പാലിക്കും. 60 വയസ്സാകുമ്പോഴേ അപ്പൻ റിട്ടയർ ചെയ്തു, അപ്പന് ചാരുകസരം മേടിച്ചു കൊടുത്തു, അപ്പൂപ്പാന്ന് വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മനോബീജികളിൽ വയസ്സായി എന്നുള്ള ഒരു ബീജി അടിച്ചേൽപ്പിച്ച അദ്ദേഹം 62, 63 സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, ശ്രദ്ധിച്ചില്ല 63 തട്ടിപ്പോവും. കാരണം അവരുടെ അധികാരം ഇതൊക്കെ കഴിഞ്ഞൊന്നും ഇല്ല വരുമ്പോൾ അവർക്കൊരു ലോൺലിനെസ്സൊക്കെ ഫീൽ ചെയ്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. അതിനിപ്പോൾ ഞങ്ങൾ അതിന് തടയിടാൻ വേണ്ടി സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പെൻഷനേഴ്സ് സംഘടനകളുണ്ട്. അതിൽ ഒന്ന് KSSPU, അതിനകത്ത് CPMകാരും കോൺഗ്രസ്സുകാരും RSSകാരും BJPക്കാരും മുസ്ലിം എല്ലാവരും ഉള്ള ഒരു സംഘടന അതുണ്ട്. പിന്നെ ഇപ്പം വർഗീയ സംഘമുണ്ട്. പിന്നെ ഇപ്പം അടുത്തിടയ്ക്ക് മറ്റു ചില ജാതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ പാർട്ടി CPIക്കുണ്ട്, കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട്. ഈ പെൻഷനേഴ്സ് അതൊരു പെൻഷൻ ശക്തിയല്ലേ, ആ ശക്തിയെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഞങ്ങൾ 3-4 ലക്ഷം പേരുള്ള വലിയ സംഘടനയാണ് KSSPU. അതിൻ്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ പറഞ്ഞു വന്നത്. കാലഘട്ടത്തിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ നമുക്കൊരു ശക്തിയും കൂട്ടും വേണം. അപ്പോൾ എനിക്ക് KSSPUവിൻ്റെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന കാലത്തോളം അവരുടെയൊക്കെ സഹായം കിട്ടുമെന്ന് എൻ്റെ വിചാരം. അത് ഞാൻ എൻ്റെ ഈ 110ലേക്ക് അത് കൂട്ടുന്നുണ്ട്. 110 വയസ്സ് വരെ പോകുമ്പം സഹചാരിയായി KSSPUവിൻ്റെ പ്രവർത്തകനായിട്ട് നിൽക്കണം. കുറേ പ്രവർത്തകരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൂടെ നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനോട് പറയുന്ന പോലെ നിങ്ങളുടെ മരണമൊക്കെ വരുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്കിപ്പം വേട്ടെന്ന് മരിക്കണം എന്നും പറഞ്ഞാൽ മതി. എനിക്കങ്ങ് ചത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ മനസ്സ് അതനുസരിച്ച് സെറ്റാകാൻ തുടങ്ങും. ഒരു 5-6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പം നിങ്ങൾക്ക് മേലായി നിങ്ങൾ പയ്യെ സലാം പറഞ്ഞ് പൊക്കോളും. മറിച്ച് നിങ്ങളുടെ മനസ്സിനോട് പറയുക, എനിക്ക് 110 വയസ്സ് വരെ ജീവിക്കണം,
എന്ന് പല പ്രാവശ്യം നിങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്ന കമ്പ്യൂട്ടർ അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കും. ഇപ്പം മഴക്കാലത്ത് 2 മാസം പോകണം, ഭക്ഷണം വേണം എന്ന് പറയുമ്പോൾ ഗൃഹനാഥനും എന്ത് ചെയ്യും? കുറേ വാട്ടുകപ്പ വാങ്ങിച്ചു വെക്കും, കുറേ ഗോതമ്പ് പൊടി വാങ്ങിച്ചു വെക്കും. അത് പ്ലാനിങ്. അവരതിനെ എന്ന് പറഞ്ഞ പോലെ 110 വയസ്സ് വരെ പോകണമെങ്കിൽ പ്ലാനിങ് വേണം, ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കണം. അങ്ങനെ നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ശരീരത്തിലെ കമ്പ്യൂട്ടറും 110 വയസ്സ് വരെ സൈമൺ വർഗീസിന് പോകണം. അതുകൊണ്ട് അവൻ്റെ മസിലൊന്നും സ്റ്റിഫാക്കാൻ പാടില്ല. അവന് സ്പീഡിൽ നടക്കണം, ഓടണം, ചാടണം, അത്യാവശ്യം വേണ്ടി വന്നാൽ ചാടി ഒന്ന് ചവിട്ടണം. കരാട്ടയുടെ പാഠങ്ങളൊന്നും മറക്കാൻ പാടില്ല. അതിന് നമ്മൾ അതിൻ്റെ കാത്തായൊക്കെ പരിശീലിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സ് നമ്മളെ പ്രിപ്പയർ ആക്കും. അതല്ല അപ്പൂപ്പനായി അമ്മൂമ്മയായി എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും? അപ്പൂപ്പനും അമ്മൂമ്മയും കളിക്കാന്നാണ്. അവർ കൈ പോലും പൊക്കുകയാണ്, അവർ കാല് വെക്കുകയല്ല. അപ്പൂപ്പനല്ലേ ഇങ്ങനെ പയ്യെ നടക്കും. ക്രമേണ അവർ തീർന്നു. അവർക്ക് മനസ്സെന്ന കമ്പ്യൂട്ടറിനെ ആദ്യം പാകപ്പെടുത്തണം, സെറ്റാക്കണം. മനസ്സിനെ സെറ്റാക്കണം. എനിക്ക് 110 വയസ്സ് വരെ പോകണം, ജപ്പാൻകാർക്ക് പോകാമെങ്കിൽ എന്തെല്ലാം തടസ്സങ്ങളാണ് അവർക്ക്. അതിനെ അതിജീവിച്ച് 110 വയസ്സ് വരെ ജീവിക്കാമെങ്കിൽ ഈ സുരസുന്ദരമായ കേരളത്തിൽ ഇത്രയും നല്ല മനുഷ്യനും ഇത്രയും നല്ല പ്രകൃതിയും ഇത്രയും നല്ല കാലാവസ്ഥയുമുള്ള ഈ നാട്ടിൽ 110 ഒരു പ്രശ്നമല്ല, 120 വേണം. യുവാക്കൾ എന്നെ കേൾക്കുന്നവർ അവർ 120 പ്ലാൻ ചെയ്യണം. ഞാൻ 110 പിടിച്ചിരിക്കുന്നത് 120 130 പോകാൻ വേണ്ടിയാണ്. നിങ്ങൾ 120 130 പ്ലാൻ ചെയ്യണം. എന്നിട്ട് ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ എപ്പോഴും യൗവനത്തിൻ്റെ കാര്യം പറയാനുള്ളൂ. ഏതാ ഞാൻ ഓർത്തു, ഞാനൊരു ദിവസം കാർ ഓടിച്ചിങ്ങനെ പോവുക. ഞാനല്ല ഓടിക്കാൻ, എൻ്റെ മോനാണ് കാർ ഓടി. ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി, അവൾ വളരെ കഷ്ടപ്പെട്ട് ഒരുങ്ങി നല്ലൊരു യെല്ലോ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു വരിക. ഞാൻ കണ്ടു, എൻ്റെ മോൻ അവളെ സാസുരം നോക്കുന്നത് ഞാൻ കണ്ടു. ഞാനും നോക്കി. ഈ കാറ് കടന്നു പോയി. ഞാൻ ചോദിച്ചു, എടാ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, എന്താ പപ്പ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു പെൺകുട്ടി ഇവിടുന്ന് ഇങ്ങനെ കടന്നു പോയത് നീ കണ്ടില്ലേ? ഇല്ല പപ്പ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞു, വണ്ടി സൈഡിൽ ഒതുക്കാൻ പറഞ്ഞു. എന്നെ പപ്പ ഒതുക്കടാ. ഞാൻ പറഞ്ഞു, എടാ ഇത്രയും സുന്ദരമായ പെൺകുട്ടി ഇതിലെ നടന്നു പോയിട്ട് നീ കണ്ടില്ലെങ്കിൽ നീ വണ്ടി നിറങ്ങി, ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞു. അതെന്നെ പപ്പ. ഞാൻ പറഞ്ഞാ ഇത്രയും വലിയ സംഭവം നീ കണ്ടില്ലെങ്കിൽ പിന്നെ വണ്ടി ഓടിക്കാൻ യോഗ്യനാണോ? പപ്പ അതെ. എങ്ങനെ പപ്പയോട് പറയുന്നത്? ഞാൻ കണ്ടു, അതൊരു മിടുക്കിക്കുട്ടി ആയിരുന്നു. അങ്ങനെ മര്യാദയ്ക്ക് പറ. ഈ രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അല്ല നമ്മൾ വയസ്സനായിപ്പോയി, ഒന്നുമില്ല. ഈ ഭൂമിയിൽ മനുഷ്യനും സ്ത്രീയും പുരുഷനെയൊക്കെ ദൈവം സൃഷ്ടിച്ചത് പരസ്പരം സ്നേഹിക്കാനും അനുമോദിക്കാനും അഭിനന്ദിക്കാനും ആശ്ലേഷിക്കാനും ചുംബിക്കാനും ഒക്കെ വേണ്ടിയാണ്. അപ്പോൾ അതൊന്നും വിട്ടുകളയരുത്. കീപ്പ് ഇറ്റ് അപ്പ് വിത്ത് അസ് ഓൾവേസ്. അപ്പോൾ അത്തരത്തിൽ പ്ലാൻ ചെയ്ത് നമുക്ക് 110 വയസ്സ് വരെ പോകണം. ഈ സുന്ദരമായ കേരളവും ഇന്ത്യയും നമ്മളെ സഹായിക്കും. ഓക്കെ. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ എക്സാക്റ്റ് 12 16 18 സംശയം. നീ എഴുതി വെക്കണം വീട്ടിൽ. ഈ ക്ലബിൽ വന്നിട്ടുണ്ട് ഞങ്ങളെ. നിങ്ങൾക്കും അങ്ങനെ വിചാരിക്കാം. 60 വയസ്സ് കഴിഞ്ഞാൽ പറഞ്ഞാൽ അപ്പ അപ്പച്ച അപ്പൂപ്പ എന്നൊന്നും വിളിപ്പിക്കരുത്. ഓക്കെ. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാം. ഒരു കാര്യമുണ്ട്, ചുമ്മാ 110 വയസ്സ് വരെ ജീവിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങളെ കൊണ്ടാവുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം. നിങ്ങൾക്ക് നല്ല സ്വത്തന്നെ അടിച്ചു പൊളിക്കാനല്ലേ പറയുന്നത്. അത്യാവശ്യക്കാർക്കൊന്ന് ഷെയർ ചെയ്യണം. ദൈവം നിങ്ങൾക്ക് സ്വത്തും പണവും ആരോഗ്യവും ബുദ്ധിയും കഴിവും ഒക്കെ തന്നിരിക്കുന്നത് അത് പറ്റാൻ ആർജിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അത് ഷെയർ ചെയ്യണം. ഓക്കെ. എന്നാൽ നമുക്ക് അത്യാവശ്യമുള്ള കൈ കാണുകയും ചെയ്യണം. പലതരത്തിൽ ലൂട്ടേഴ്സുണ്ട്. നയപരമായി ലൂട്ട് ചെയ്യുന്നവരുണ്ട്, നമ്മളെ പൊങ്ങച്ചത്തെ ലൂട്ട് ചെയ്യുന്നവരുണ്ട്, ഒന്ന് പൊക്കിപ്പറഞ്ഞാൽ വിട്ടുകൊടുക്കുന്നത് ശ്രമിക്കുന്നവരുണ്ട്. അത് മതമാകാം, രാഷ്ട്രീയ പാർട്ടികളാകാം, അതിൻ്റെ ആൾക്കാരാകാം. പലതരത്തിലാണ് പ്രേരണ വരുന്നത്. അപ്പോൾ നിങ്ങളത് ബുദ്ധിയോട് കൂടി അത് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് പോകാമെന്നേ. 110 വയസ്സ് കേരളത്തിലൊരു വയസ്സല്ല. നമുക്ക് പോകാമെന്നേ. പക്ഷെ പോകുമ്പം നിങ്ങളുടെ ഭാര്യയെ കൂടെ കൂട്ടിക്കണം, നിങ്ങളുടെ മക്കളെയും കൂടി കൂട്ടാൻ പറ്റുമെങ്കിൽ കൂട്ടുക. പക്ഷെ അവരൊക്കെ വലിയ പുള്ളികൾ, അവർ നമ്മളെ പുച്ഛിക്കും. ആയിക്കോട്ടെ, ചിലപ്പോൾ അവർ വരും. അവർ നമ്മളെക്കാൾ വളരെ ഫാസ്റ്റ് അല്ലേ ഡിസിഷൻ. അവർ പുച്ഛിച്ചേച്ച് പിറ്റേ ദിവസം നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്.
അപ്പം ഭാര്യമാരെ വിട്ടുള്ള കളി വേണ്ട, ഭാര്യമാർ കൂടെ വേണം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യനെ എഡ്യൂക്കേറ്റ് ഒക്കെ അങ്ങോട്ട് സഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലബ്ബിൽ ഇത് പറഞ്ഞപ്പം സാറിന് ദൈവവിശ്വാസം ഇല്ലേ, ദൈവം പറഞ്ഞ് കേൾക്കണ്ടേ, 7:70 എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു 7:70 അന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അന്ന് 50 വയസ്സ് ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുക ആളുകൾ. ഇന്നും കാലം മാറി. അപ്പോൾ അതൊക്കെ മാറ്റം, എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്, മാറാത്തൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. 110 വയസ്സിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളും ഇന്ത്യയിലുണ്ട്. അവിടെ ദൈവത്തിന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. അതൊന്നും ഇതിലേക്ക് വിളിച്ചുകൊണ്ട് വരണ്ട, അതിനെ പറയും വഴിച്ചഴക്കണ്ട എന്നല്ലേ. അതെ, അങ്ങനെ പറഞ്ഞു. ആ വിഷയം ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, വീട്ടിലാണെങ്കിലും നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ പെട്ടിക്കകത്ത് ധരിക്കുക. കീറിപ്പറിഞ്ഞതും വേർപ്പുള്ളതും മാത്രമേ ധരിക്കുകയുള്ളൂ തീരുമാനിക്കരുത്. അത്യാവശ്യം ജോലി ചെയ്യുമ്പോൾ ഒരു വർക്കിംഗ് ഡ്രസ്സ് എടുത്തിടുക, കിച്ചണിലാണെങ്കിൽ. അത് കഴിഞ്ഞ് കഴിയുമ്പം പോയി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിങ്ങളുടെ ജീവിതം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിരുന്ന വീട്ടിലാണ്. നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കണം. അത് ഞാനിപ്പോൾ അമേരിക്കയിലൊക്കെ പോയി കണ്ടാൽ അങ്ങനെ അവർ ഏറ്റവും നല്ല വസ്ത്രം വീട്ടിൽ ധരിക്കുക. എന്നാൽ അവരുടെ ജീവിതം അവരങ്ങനെ എൻജോയ് ചെയ്യുക. നമുക്കും അങ്ങനെ ചെയ്യണം. നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ, നല്ല വൃത്തിയുള്ള ശരീരം, വൃത്തിയുള്ള പെരുമാറ്റം, ഓക്കെ, എല്ലാം പഠിക്കണം. 110 വയസ്സ് വരിക എന്ന് പറയുന്നത് ഈസി ഗോയിങ് അല്ല. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്, എസ്പെഷ്യലി ഫോർ അസ്. ജപ്പാൻകാർക്ക് സിമ്പിളാണ്, ഈസിയാണ്, അവരത് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ദിസ് ഈസ് ന്യൂ ഫോർ അസ്. സോ വി മസ്റ്റ് ടേക്ക് കെയർ, വി മസ്റ്റ് പ്ലാൻ, പ്രിപ്പയർ ആൻഡ് ഡു സംതിങ് എൽസ് ഫോർ റീച്ചിങ് ദി അൾട്ടിമേറ്റ് ഗെയിം. ഓക്കെ, അൾട്ടിമേറ്റ് ഗോൾ, നോട്ട് ഗെയിം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എനിക്കങ്ങ് നിർത്താൻ തോന്നുന്നില്ല, ഭയങ്കര ആവേശത്തില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാം, സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് ചാനൽ കയറി ഇറങ്ങിപ്പോയാൽ പോരാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.